കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിലേക്ക് 4 വരിപ്പാത നിർമ്മിക്കുന്നതിനായി ഏറ്റെടുത്തു. പ്രസ്തുത ഭൂമി നേരത്തെ തന്നെ മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഏറ്റെടുത്ത ഭൂമിക്ക് ദേവസ്വം ബോർഡ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ റീസർവേ രേഖകളിൽ ഏറ്റെടുത്ത ഭൂമി പുറമ്പോക്ക് ഭൂമിയായി തരംതിരിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ നഷ്ടപരിഹാരം നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. ഈ ഉത്തരവിൽ പ്രതിഷേധിച്ച ദേവസ്വം ബോർഡ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. റീസർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം തീരുമാനിക്കാൻ സർവേ അധികാരികൾക്കോ ജില്ലാ കളക്ടർക്കോ അധികാരമുണ്ടോ എന്നതായിരുന്നു പരിഗണനയ്ക്കുള്ള ചോദ്യം. 1961 കേരള സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ച് അതിർത്തികൾ നിർണ്ണയിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർവേയിൽ ഉൾപ്പെടുന്നു. ഈ നിയമം സർവേ ഓഫീസർമാർക്ക് അതിരുകൾ നിർണ്ണയിക്കാനും രേഖപ്പെടുത്താനും അധികാരം നൽകുന്നുണ്ട്. പക്ഷേ റീസർവേ രേഖകളെ അടിസ്ഥാനമാക്കി വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചോദ്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അവർക്കില്ല. അതുകൊണ്ട് 1961 കേരള സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള സർവേ ഓഫീസർമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും അധികാരം ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് മാത്രമാണ്, സ്വത്തിന്റെ പട്ടയം നിർണ്ണയിക്കുന്നതിനല്ലെന്ന് കോടതി വിധിച്ചു. തൽഫലമായി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ദേവസ്വം ബോർഡിന് അർഹതയുണ്ട്. അതിനാൽ റീസർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം തീരുമാനിക്കാൻ സർവേ അധികാരികൾക്കോ ജില്ലാ കളക്ടർക്കോ അധികാരമില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.